Warning. നിങ്ങളുടെ മുൻപിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ ആ വാക്കിലേക്ക് കടക്കാം. മറവി മനുഷ്യ സഹജമാണെന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു, നമ്മളെല്ലാവരും അതിന് അനുഭവസ്ഥരുമാണ്. പക്ഷെ നമ്മുടെ ദൈവത്തിന് മറവി ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഒറ്റ ഉത്തരം തരണം. മറവിയില്ല. ഉണ്ടോ? ഇല്ലയോ? ഇല്ല. ഇല്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാലും ദൈവം നമ്മെ മറന്നെന്ന് പറയുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മാത്രമല്ല, തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ പൂർവ്വ പിതാക്കന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കണേ. 10-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. 10:11. ദൈവം മറന്നിരിക്കുന്നു, അവൻ തന്റെ മുഖത്തെ മറച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ പൂർവ്വ പിതാക്കന്മാര് പറഞ്ഞൊരു വാക്ക് അവിടെ എഴുതി വച്ചിരിക്കുന്നു. ഇങ്ങനെ പറയുകയാണ്, ദൈവം മറന്നിരിക്കുന്നു. സ്തോത്രം. അവൻ മുഖം മറച്ചിരിക്കുന്നു, ഒരു നാളും കാണത്തില്ലെന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ പറയുന്നു. സ്തോത്രം. ഇതുപോലെ പറഞ്ഞ സന്ദർഭങ്ങളുണ്ടോ? 13-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു. എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, എത്രത്തോളം നീ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. നീ എത്രത്തോളം. ഇവിടെ എല്ലാം ഭക്തന്മാര് പറയാം, ദൈവം ഞങ്ങളെ എന്ത് ചെയ്തിരിക്കുക. 31-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, 12-ാമത്തെ വാക്യം, അതോടൊന്ന് ശ്രദ്ധിച്ചേ. മരിച്ചു പോയവനെ പോലെ നീ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. നോക്കിയേ അതിന്റെ ആ വാക്കിന്റെ ആഴം. മരിച്ചു പോയവനെ പോലെ നീ എന്നെ എന്ത് ചെയ്തിരിക്കുക, മറന്നു കളഞ്ഞിരിക്കുന്നു. 42-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നീ എന്നെ മറന്നതെന്ത്, ശത്രുവിന്റെ ഉപദ്രവം ഹേതുവാ ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് എന്ന് എന്റെ പാറയായ ദൈവത്തോട് ഞാൻ ചോദിക്കും. സ്തോത്രം. അനവധി ഭക്തന്മാരും ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ വന്നപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ട്, ദൈവം ഞങ്ങളെ മറന്നതാണോ, ദൈവം മുഖത്തെ ഞങ്ങൾക്ക് മറച്ചതാണോ. 77-ാം സങ്കീർത്തനം ആസാഫിന്റെ ഒരു സങ്കീർത്തന. 1-2 കാര്യങ്ങൾ മുഖവരിയായിട്ട് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഒന്ന് മുമ്പോട്ട് നീക്കുക. സ്തോത്രം. അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോ വളരെ തീവ്രമായ മനോദുഃഖം പിടിച്ച സങ്കീർത്തനക്കാരൻ, സ്തോത്രം, ആ അനുഭവങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ കരുതലുകളെ പറ്റി സംശയത്തോടെ 6 ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. സ്തോത്രം. അതിൽ 1-ാമത്തെ സംശയം ഇങ്ങനെയാണ്. 7-ാമത്തെ വാക്യത്തിനകത്ത് പറയുക, കർത്താവ് തന്നെ തള്ളിക്കളഞ്ഞിരിക്കുവാണോ. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ സംശയം അതേ വാക്യത്തിനകത്ത്, കർത്താവിന്റെ കയ്യിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതെയായി പോയോ എന്ന് ഒരു സംശയം. സ്തോത്രം. 3-ാമത്തെ സംശയം, ദൈവത്തിന്റെ ദയ എന്നേക്കുമായി ഇല്ലാതെയായി പോയോ. 4-ാമത്തെ സംശയം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇല്ലാതെയായി പോയോ. 5-ാമത്തെ സംശയം, മനുഷ്യരെ പോലെ ദൈവവും കൃപ കാണിപ്പാൻ മറന്നു പോകുന്നുവോ. 6-ാമത്തെ സംശയം, ദൈവം കോപിക്കുമ്പോൾ കരുണയുടെ വാതിൽ അടച്ചു കളയുമോ. ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് താൻ പറയുകയാ, ദൈവം എന്നെ തള്ളിക്കളഞ്ഞതാണോ, ദൈവത്തിന്റെ ദയ എന്റെ മേൽ എടുത്തു കളഞ്ഞതാണോ, ദൈവം കൃപ കാണിക്കുന്ന ദൈവമല്ലേ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെ ഇല്ലാതെയായോ. ഇങ്ങനെ ചോദിക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. സ്തോത്രം.
ഇങ്ങനെയൊക്കെ നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോ നമ്മുടെ ദൈവം അത് കേട്ടോണ്ടിരിക്കുന്ന ദൈവം മാത്രമല്ല, നമ്മോട് മറുപടി പറയുന്ന ദൈവം കൂടെയാ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് എന്തുകൊണ്ട് ദൈവം അറിയുന്നില്ലേ, ദൈവം കാണുന്നില്ലേ, എന്തുകൊണ്ട് ഉത്തരമില്ല, ഈ പ്രതിസന്ധികൾക്ക് എന്നൊരു വിരാമമുണ്ടാകും, ദൈവം എന്നെ തള്ളിക്കളഞ്ഞുവോ മറന്നു കളഞ്ഞുവോ എന്ന് ചോദിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവാത്മ പറയുകയാ, ദൈവത്തിനൊരു മറുപടി തരാനുണ്ട്. നിന്റെ ചോദ്യത്തിന് മേൽ ദൈവത്തിനൊരു ഉത്തരം ഇന്ന് പകലും കൽപ്പിപ്പാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് അധികാരത്തോടെ ഇടപെടുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:15 പ്രവാചകനിലൂടെ ദൈവാത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുകയാ, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? എന്നിട്ട് അടുത്തൊരു വാക്ക് പറയുക, അവൻ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കത്തില്ല കുഞ്ഞെ. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചോദിച്ചു പോയിട്ടുണ്ട്, മറന്നു കളഞ്ഞതാണോ എന്ന്. എന്നാൽ ഇന്ന് പകൽ ഒരു ഉത്തരം തമ്പുരാൻ തരികയാ, ഞാൻ നിന്നെ മറന്നു കളയുന്ന ദൈവമല്ല. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നാലും, ഒരപ്പന് തന്റെ കുഞ്ഞിനോട് കരുണയില്ലാതെ പോയാൽ ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് വാക്ക് പറഞ്ഞവൻ ഇന്ന് പകൽ നിന്റെ ദൈവമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറ. ഇസ്രയേലിനോട് യാക്കോബിനോട് പറയുന്ന വാക്ക് 44:21 യെശയ്യാ പ്രവചനത്തിൽ പറയുക, യാക്കോബേ ഇതോർത്തുകൊള്ളുക, ഇസ്രയേലേ നീ എന്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എന്റെ ദാസൻ തന്നെ. ഇസ്രയേലേ ഞാൻ നിന്നെ മറന്നു കളയത്തില്ല. ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവാത്മാവിന് ഇതൊന്ന് പറയാൻ അല്ലെ ശക്തമായി ദൈവാത്മാവ് ഇടപെടുകയാ, ഞാൻ നിന്നെ മറന്നു കളയത്തില്ല, ഞാൻ നിന്നെ മറന്നു കളയത്തില്ല. നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനും നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയവനും നിനക്കൊരു കേടും വരാതെ ഇതുവരെ കൊണ്ടുവന്നവനുമായവൻ നിന്നെ നോക്കി ഇന്ന് പകരം വിളിച്ചു പറയുക, ഇന്നും ഞാൻ നിന്നെ മറന്നു കളയുന്ന ദൈവമല്ല. 43-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞത്, നീ എനിക്കുള്ളവനാ കുഞ്ഞെ, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാ. എന്നിട്ട് പറയുക, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാ, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാ. അതുകൊണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും ഞാൻ നിന്നെ മറന്നു കളയത്തില്ല. അഗ്നിജാലം നിനക്ക് ജീവിതത്തിൽ വന്നാലും അതിന് നിന്നെ ദഹിപ്പിക്കാൻ കഴിയത്തില്ല. പെരുവെള്ളം നിന്റെ ജീവിതത്തിൽ വന്നാലും അതിന് നിന്നെ മുക്കിക്കളയാൻ കഴിയത്തില്ല. പ്രതിസന്ധികൾക്കൊന്നും നിന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന പലരോടും ദൈവാത്മ പറയുക, അവൻ മറന്നു കളയുന്ന ദൈവമല്ല, അവൻ മറന്നു കളയുന്ന ദൈവമല്ല, അവൻ മറന്നു കളയുന്ന ദൈവമല്ല. എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും? അനുഭവങ്ങളിലൂടെ പറയുന്നവരൊക്കെ ദൈവത്തിന് സ്തോത്രം പറ. ഞാൻ പലപ്പോഴും എന്റെ ജീവിതത്തിൽ ദൈവത്തോട് ഇതേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അന്നൊക്കെ തമ്പുരാൻ എന്നോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാ, ഞാൻ നിന്നെ മറന്നിട്ടില്ല. ദൈവം ഒരുക്കി ഓരോ കരുതലുകളും കാണുമ്പോൾ എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, അപ്പൻ കരുതിയതിനേക്കാൾ, അമ്മ കരുതിയതിനേക്കാൾ, പ്രിയപ്പെട്ടവർ കരുതിയതിനേക്കാൾ മറന്നു കളയാതെ കരുതിയൊരു ദൈവം ഇന്നും ജീവിതത്തിലുണ്ടെന്ന് ഉറപ്പുള്ളവർ അക്കാരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറ. യോസഫ് പറയുന്നൊരു സാഹചര്യമുണ്ട്. തന്റെ മകൻ മനശ്ശെ ജനിക്കുമ്പോൾ മോശ പറഞ്ഞ വാക്ക് ഉൽപ്പത്തി 41:51 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാ, എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞാൽ അപ്പന്റെ ഭവനത്തെ കുറിച്ച് ഓർത്താൽ സ്തോത്രം ആഗ്രഹിക്കത്തക്കതൊന്നുമില്ല. സ്തോത്രം കിട്ടിയത് മുഴുവൻ പീഡകളാ. സ്തോത്രം എല്ലാം ജീവിതത്തിൽ ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങളാ, തള്ളിക്കളഞ്ഞ സാഹചര്യങ്ങളാ. എന്നാൽ താൻ പറഞ്ഞത് ഇങ്ങനെയാ, അപ്പൻ തള്ളിയപ്പോഴും വാഗ്ദത്തം ചെയ്തവൻ തള്ളിക്കളഞ്ഞിട്ടില്ല, വാക്കു പറഞ്ഞവൻ തള്ളിക്കളഞ്ഞിട്ടില്ല, കൂടെ ഇരുന്നവൻ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇല്ലാതെയായെന്ന് പറഞ്ഞ് ഒരു മൃഗത്തെ കൊന്ന് ആ വസ്ത്രത്തിന്മേൽ രക്തത്തിന്റെ കറയുമായി അപ്പൻ
അപ്പന്റെ മുമ്പിൽ സഹോദരങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ സ്വർഗം മറന്നിട്ടില്ല, ദൈവം അവനെ വർദ്ധിപ്പിക്കുകയാ. ഇന്ന് പകൽക്കാലവും വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറ. എല്ലാ വഴികളും ശത്രു കൊട്ടിയടച്ചാലും ഇന്ന് പകൽ ദൈവം നിന്നെ മറക്കത്തില്ല. വാഗ്ദത്തം നിന്റെ മേൽ കിടക്കുകയാ, നിന്റെ തലമുറ മേൽ കിടക്കുകയാ. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറ. അതുകൊണ്ടാ പറഞ്ഞത്, ഈ തലമുറയെ ദൈവം എനിക്ക് തന്നപ്പോ മൃഗം കടിച്ചു കീറിയെന്ന് സഹോദരന്മാർ പറഞ്ഞവന് ഒരു വർധനവ് ദൈവം തന്നിരിക്കുകയാ. പൊട്ടക്കുടിക്കകത്ത് അവൻ ഇല്ലാതെയാകുമെന്ന് പറഞ്ഞവരുടെ മുൻപിൽ ദൈവം എന്നെ വർദ്ധിപ്പിച്ചിരിക്കുകയാ. ഇന്ന് പകൽക്കാല കുഞ്ഞെ, ആര് നിന്റെ വഴി അടച്ചാലും, ആര് നിന്റെ നന്മയെ മുടക്കിയാലും, ആര് നിനക്കെതിരെ ആലോചനയുമായി എഴുന്നേറ്റാലും, ആത്മാവൊരു ദൂത അധികാരത്തോടെ പറയുകയാ, ദൈവം നിന്റെ കൂടെയുണ്ട്, അവൻ നിന്നെ മറക്കത്തില്ല. കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ കിടന്നപ്പോ കൊട്ടാരത്തിനകത്തുനിന്ന് വന്ന പാനപാത്രവാഹകനോട് സ്വപ്നമൊക്കെ വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട് ജോസഫ് പറഞ്ഞൊരു കാര്യം, എന്നെയും കൂടെ ഒന്ന് ഓർത്തോണം. പക്ഷെ കൊട്ടാരത്തിനകത്ത് ചെന്ന് കയറിക്കഴിഞ്ഞപ്പോ മറന്നുപോയി. ഞാൻ ഇങ്ങനെ പറയുന്നു, മറന്നതല്ല, തമ്പുരാൻ മറപ്പിച്ചതാ. സ്വതന്ത്രം. പാനപാത്രവാഹകൻ മറന്നതല്ല, തമ്പുരാൻ മറന്നു കളയിച്ചതാ. എന്താണെന്നറിയാമോ? തന്റെ സമയം വരുമ്പോഴാ ദൈവം പ്രവർത്തിക്കുന്നത്. ഇന്ന് പകൽ ചില വിടുതലുകൾ ജീവിതത്തിൽ വെളിപ്പെട്ടില്ലെന്നോർത്ത് വ്യാകുലപ്പെടണ്ട. സമയം വരുമ്പോൾ അവൻ വഴി തുറക്കുന്നത് ദൈവമാ. വിശ്വാസത്തോടെ ഇന്ന് പകൽ ഏറ്റെടുത്തു. മറന്നു കളയേണ്ടവർ മറന്നു കളഞ്ഞാലും അതിൽ ഓർപ്പിക്കേണ്ടതിനെ ഓർപ്പിച്ചുണർത്തുവാൻ കഴിയുന്ന ഒരു ദൈവം നിനക്കൊണ്ടെന്ന് ഇന്ന് പകലും ആത്മാവ് പറയും. സ്തോത്രം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോ അങ്ങനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറക്കരുതാത്ത ചില കാര്യങ്ങളുണ്ട്. സമയത്തിന്റെ പരിമിതി ഉണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആ ഭാഗങ്ങളിലൂടെ വെളിപ്പെടുത്തേണ്ടത്. സമയം പര്യാപ്തമല്ലെങ്കിലും വേഗത്തിൽ അവസാനിപ്പിക്കുക. കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം ഇന്ന് പകലിലും ദൈവാത്മാവ് നമ്മോട് പറയുക, നമ്മുടെ ജീവിതത്തിലേക്കൊന്നും തിരിഞ്ഞു നോക്കണം. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷത്തോടെ അതൊന്ന് ഓർക്കാൻ കഴിയും? ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടം വേണോന്ന്. എന്തിലേക്കാ? ഇവിടെ പൗലോസ് പറയുക, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച ഒരു മഹാസ്നേഹമുണ്ട്. ഇന്ന് പകൽക്കാലം അനുഭവിക്കുന്നവരൊക്കെ ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞു. രോഗം മാറാത്തതോ, ക്ഷീണം മാറാത്തതോ, നന്മ കിട്ടാത്തതോ, കുഞ്ഞുങ്ങളുടെ ഭാവി ശരിയാകാത്തതോ ഒന്നും അല്ല ഇന്ന് പകൽ വലിയ വിഷയം. അതൊക്കെ താൽക്കാലികമാ. എന്നാൽ ഇന്ന് പകലൊന്ന് ഓർത്തു നോക്കിക്കേ, കരുണയിൽ സമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച ഒരു മഹാസ്നേഹം ഉണ്ടല്ലോ, അതിനെ ആരും മറന്നു കളയരുത്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോ ഒരു സ്തോത്രം പറയണമെങ്കിൽ ആ സ്നേഹം നമ്മെ നിർബന്ധിക്കണം. മതിമറന്ന് ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ അതിന്റെ പിൻപിൽ ആ സ്നേഹമുണ്ട്. മനസ്സിലാകുന്നവർ ദൈവത്തിന് നന്ദി പറ. അത് ഹൃദയത്തിനകത്തില്ലാതെ വരുമ്പോഴാണ് നമ്മൾ നിർബന്ധിച്ച് ആരാധിപ്പിക്കേണ്ടി വരുന്നത്. പക്ഷെ ഇന്ന് പകൽ ദൈവസ്നേഹം അകത്തുണ്ടെങ്കിൽ, ആ വീണ്ടെടുത്ത പ്രവൃത്തി മനസ്സിന്റെ അകത്തളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ധൈര്യത്തോടെ പറയാ, ആ സ്നേഹം നിമിത്തം ദൈവത്തെ ആരാധിപ്പാൻ കഴിയോ? എത്ര പേർക്ക് ശക്തിയോടെ പറയാൻ കഴിയോ? എന്നെ വിടുവിപ്പാൻ ആരുമില്ലായിരുന്നു, എന്നെ ഉദ്ധരിക്കുവാൻ ആരുമില്ലായിരുന്നു, എനിക്ക് ഈ മരണപാശങ്ങളിൽ വിടുതല തരുവാൻ ആരുമില്ലായിരുന്നു, എന്നാൽ എന്നെ വിടുവിച്ചത് കരുണാസമ്പന്നനായ ദൈവമാ. ആ പദമൊക്കെ വെളിപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ വിടുകയാ. കരുണയിൽ സമ്പന്നനായ ഒരു ദൈവം. ആ സ്നേഹത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്ന വാക്ക് കണ്ടോ? വെറും സ്നേഹമല്ല, മഹാസ്നേഹമാ.
ഇന്ന് പകൽ കുഞ്ഞെ നിനക്ക് കിട്ടിയത് മഹാസ്നേഹമാ. ആരുടേതാ? കരുണയിൽ സമ്പന്നനായ ദൈവത്തിന്റെ. ആ സ്നേഹം അനുഭവിക്കുന്ന ദൈവത്തിനോട് പറയാം, മറക്കരുത് ആ സ്നേഹത്തെ. നിറഞ്ഞ ഹൃദയത്തോടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. ചടങ്ങുകളൊക്കെ മാറ്റിവെച്ചിട്ട് ഇന്ന് പകൽ പുറമോടികളെല്ലാം അടിച്ചു മാറ്റിയിട്ട് ആത്മശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. ഇത്ര വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. യിരെമ്യാ പ്രവാചകനിലൂടെ ആ വാക്ക് വിളിച്ചു പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാ. സ്തോത്രം. യഹോവ ദൂരത്ത് നിനക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്യുന്നത് 31:3 നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മിൽ വെളിപ്പെട്ട ആ സ്നേഹത്തിന്റെ പേരെന്താണെന്നറിയാമോ? നിത്യ സ്നേഹം. ലോകത്തിൽ ആർക്കും അത് തരാൻ കഴിയത്തില്ല. ഭാര്യയുടെ സ്നേഹം, ഭർത്താവിന്റെ സ്നേഹം, അപ്പന്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, മക്കളുടെ സ്നേഹം, സഹോദരന്മാരുടെ സ്നേഹം എല്ലാം പരിമിതിയുള്ളതാ, കാലങ്ങൾ കൊണ്ട് മാറിപ്പോകുന്നതാ. എന്നാൽ ഇന്ന് പകൽക്കാലം നിത്യമായി സ്നേഹിക്കുന്ന ഒരുവനെയുള്ളൂ. അത് നമ്മുടെ ദൈവമാണ്. ആ സ്നേഹമാണ് നമ്മിൽ ചൊരിഞ്ഞതെന്നറിഞ്ഞ് ഇന്ന് പകൽ മറന്നുപോകാതെ ദൈവത്തെ ആരാധിക്കണം. ആമേൻ. എത്ര പേർക്ക് നന്ദിയോടെ ദൈവത്തിന് ഇന്ന് പകൽ സ്തോത്രം പറയാൻ കഴിയും? ഞാൻ ഇന്ന് പകൽ പറയുന്ന കാര്യം അവന്റെ ഉപകാരം ഒന്നും മറക്കരുതെന്ന. ഇന്ന് പകൽക്കാലവും ചിലപ്പോൾ അല്പം ക്ഷീണതയോടെ ആയിരിക്കും ഇതിനകത്ത് വന്നിരിക്കുന്നത്. വേദനകൾ പലതും മനസ്സിനെ ഭരിക്കുന്നുണ്ടാകാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ ഇന്ന് പകൽക്കാലം ഓർക്കേണ്ട ഒരു കാര്യം, മറന്നു കളയരുതാത്തൊരു കാര്യം, അതാ ഞാൻ ഇന്ന് പകൽ ആവർത്തിച്ചു പറയുന്നത്. ആരും വിടിവിക്കാനില്ലാത്തിടത്ത് കരുണാസമ്പന്നന്റെ മഹാസ്നേഹം തന്ന്, നിത്യമായ സ്നേഹം തന്ന് വിടുവിച്ചതോർക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കും? യോഹന്നാൻ വെളിപ്പാടി പറയുന്ന ഒരു വാക്യമുണ്ട്, അത് വായിക്കാതെ വിടാൻ പറ്റില്ല. 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാ. വായിച്ചേ, 1-ാം അധ്യായം 6-ാം വാക്യം. നമ്മെ സ്നേഹിച്ചവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർക്കുമാറായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയോ? ഇങ്ങനെ ആർ തട്ടകസിക്കുന്നതിന്റെ കാരണം, മതിമറന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ കാരണം, ലജ്ജ കൂടാതെ ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല. എന്റെ പാപം പോക്കിയവൻ, നമ്മെ സ്നേഹിക്കുന്നവൻ, തന്റെ രക്തം തന്ന് വിടുവിച്ചവൻ, പിതാവായ ദൈവത്തിന്റെ രാജ്യത്തിന് അവകാശിയാക്കിയവൻ. ഇന്ന് പകലും നമ്മുടെ കൺമുൻപിൽ അവനായിരിക്കണം. അവനെയാണ് ആരാധിക്കേണ്ടത്. മതിമറന്ന് ആരാധിപ്പാൻ കഴിയുന്നവർ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പല സ്നേഹിതരെയും നമുക്ക് കിട്ടിയത് നമ്മുടെ പദവിക്കൊത്തവണ്ണമാണ്. പക്ഷെ ഈ ദൈവസ്നേഹം നമുക്ക് കിട്ടിയത് അങ്ങനല്ല. പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ക്രിസ്തുവോ നാം പാപികളായിരിക്കെ തന്നെ, 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, നാം പാപികളായിരിക്കെ തന്നെ നമ്മെ തന്റെ രക്തം നമുക്ക് വേണ്ടി മരിക്കയാൽ തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പറ, നമ്മെ സ്നേഹിച്ചവന്റെ സ്നേഹം എവിടെ വെച്ച് തുടങ്ങിയതാ? പാപികളായിരിക്കെ ഒന്ന് പറഞ്ഞു ദൈവത്തിന് നന്ദി പറ. ക്രിസ്തുവോ പാപികളായിരിക്കെ നമ്മെ സ്നേഹിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം എങ്ങനെ ദൈവത്തെ ആരാധിക്കാതിരിക്കും? മനസ്സിലാകുന്നവർ ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. പലപ്പോഴും നമ്മുടെ ആരാധന പല മാനദണ്ഡങ്ങളുടെ മുമ്പിൽ നമ്മൾ ചുരുക്കുക. നമ്മളെ സ്നേഹിക്കുന്നെന്ന് പറയുന്ന ഒരാൾ ഒരുപക്ഷെ ഒരു ദിവസം നമ്മെ നോക്കി ചിരിച്ചില്ലെങ്കിൽ, കൈതന്നില്ലെങ്കിൽ, സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആരാധനകളൊക്കെ നമ്മൾ അവിടെ നിർത്തും.
ഇന്ന് പകൽക്കാലം ഞാൻ ഒന്നുകൂടെ പറയാം, മാനുഷിക ബന്ധത്തിൽ അധിഷ്ഠിതമല്ല ഈ ആരാധന. ഇതിന്റെ ആഴം എത്ര വലിയതാണെന്നറിയാമോ? ഇത് മനുഷ്യന് സമ്മാനിക്കാൻ കഴിയുന്നതല്ല. ഇത് നിത്യ സ്നേഹത്താൽ സ്നേഹിച്ചവനെ, മഹാസ്നേഹത്താൽ പൊതിഞ്ഞവനെ, നമ്മെ സ്നേഹിച്ച് പാപം പോക്കിയവനെ, പാപികളായിരിക്കെ നമ്മെ സ്നേഹിച്ചവനെ ആരാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇത് മറന്നു കളയരുത് കേട്ടോ. ഈ സ്നേഹത്തെ മറന്ന് ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഇടയാകരുത്. എത്ര പേർക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ഇതിനകത്തിരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയം തുടിക്കുന്നുണ്ടെങ്കിൽ, ഈ സന്തോഷം നമ്മുടെ ഹൃദയത്തിനകത്ത് അല തല്ലുന്നുണ്ടെങ്കിൽ, അതിനേക്കാൾ വലിയതായി വേറെ ഒന്നുമില്ല. രണ്ട് കാര്യം കൂടെ പറയാം. ഈ സ്നേഹം നമ്മൾ മറന്നു കളയരുത്. ഇസ്രായേൽ ജനത്തോട് തമ്പുരാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ദൈവം നിന്നെ നടത്തിയ വിധമൊക്കെയും നീ എന്ത് ചെയ്തോണം? ഓർക്കണം. നടത്തിയ വഴികളൊക്കെ നീ എന്ത് ചെയ്യണം? ഓർക്കണം. സ്തോത്രം. എന്താ തമ്പുരാൻ അങ്ങനെ പറഞ്ഞെന്നറിയാമോ? ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 3-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങളുടെ വഴിമധ്യേ ക്ലേശിച്ചവരാ, പക്ഷെ വിളിച്ചിറക്കിയത് ഞാനായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാ, വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചോളാമെന്ന. ആ വഴിയാത്രയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ കുറവുകളും പരിഹരിക്കാൻ തക്കതെന്റെ കക്കൽ ഉണ്ടായിരുന്നു. സ്വത്രം. വിശന്നു വലഞ്ഞ ജനത്തിന് മന്ന കൊടുത്ത്, സ്വത്രം, പ്രൈസ്തല്ലോ, 40 വർഷം ദൈവരെ നടത്തിയെങ്കിൽ അവിടെ ഇങ്ങനെ പറഞ്ഞ, വസ്ത്രം ജീർണിച്ചു പോയിട്ടില്ല, കാല് വീക്കിയിട്ടില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ കരുതലുകൾ ഓർത്താൽ എങ്ങനെ ദൈവത്തിന് സ്തോത്രം പറയാതിരിക്കും? അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ വരെ 2025 ജൂലൈ മാസത്തിന്റെ 20-ാമത്തെ പകൽ വരെ നടത്തിയ വിധം എത്ര അത്ഭുതകരമാണെന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്നവർ നന്ദിയോടെ ദൈവത്തിനൊരു സ്തോത്രം പറ. ആ വഴികളൊക്കെ ഒന്നോർത്ത്, ഇടുക്കമുള്ള, തകർച്ചയുള്ള, വെല്ലുവിളിയുള്ള, ശത്രു പതിയിരുന്ന, ഒത്തിരി ഘോരമായ ജീവികൾ ചാടി വീഴുമെന്ന് പ്രതീക്ഷിച്ച അനുഭവങ്ങളിലൂടെ കേടുകൂടാതെ കൊണ്ടുവന്നെങ്കിൽ എങ്ങനെ ദൈവത്തിന് നന്ദി പറയാതിരിക്കും? അതുകൊണ്ട് ആ തിരുവെഴുത്ത് പറഞ്ഞത്, എന്റെ ശക്തി കൊണ്ട് ഞാൻ നിന്റെ അരമുറുക്കും, നിന്റെ വഴിയിലെ കുറവുകളെല്ലാം ഞാൻ തീർത്തു തരും. ഇന്ന് പകൽ അനുഭവിക്കുന്നവരൊക്കെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തേ. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ പോകുകയാ. ദൈവം ജീവിതത്തിൽ ചെയ്ത ഉപകാരം ഒന്നും മറന്നു കളയരുത്. വിശ്വസിക്കുന്നവർ ഒരു നിമിഷം അക്കാരം ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞേ. ദൈവം ചെയ്ത അപ്രവർത്തികളൊന്നും മറന്നു കളയരുത്. ദൈവത്തിന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തതാ. അവൻ ദയയും കരുണയും നിന്റെ മേൽ അണിയിച്ചതാ. നിനക്കൊരു പുതുക്കം ജീവിതത്തിൽ തരുന്നതാ. അങ്ങനെങ്കിൽ ആ ദൈവത്തിന് നന്ദി പറയാതിരിക്കരുത്. കണ്ണുകളെല്ലാം ഒന്നടച്ചേ. പരിശുദ്ധ ദൈവമേ, അങ്ങയുടെ പൊന്നുനാമത്തിന് സ്തോത്രം. ഇന്ന് പകൽ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലും ദൈവപ്രവർത്തിയാക്കണം. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനാണ് സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ.